വക്കത്ത് പഞ്ചായത്ത് അംഗത്തെയും അമ്മയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നെടിയവിള വീട്ടിൽ വത്സല, മകൻ അരുൺ എന്നിവരാണ് മരിച്ചത്. മേഘന മുരളി വിശദാംശങ്ങളുമായി. മേഘന, എന്താണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? പോലീസ് കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടോ? അനുജ, ഇന്ന് രാവിലെയോടെയാണ് തിരുവനന്തപുരം വക്കത്ത് അമ്മയെയും മകനെയും തൂങ്ങി മരിച്ച നിലയിൽ വീടിന്റെ പുറകിലെ ചായ്പിനോട് ചേർന്ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിലിപ്പോൾ കടിക്കാവൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. അതിൽ പ്രധാനമായും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കുറച്ച് ആളുകളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അവരാണ് മരണകാരണം, അവർ കാരണമാണ് മരിക്കുന്നത് എന്നുള്ളതാണ് ഈ അരുൺ എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ ഈ അരുൺ പഞ്ചായത്ത് അംഗമാണ്. നിലവിൽ വക്കം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് മെമ്പറാണ് അരുൺ. അതുപോലെ തന്നെ അമ്മ വത്സലയ്ക്ക് 71 വയസ്സുണ്ട്. അതിൽ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. കൂടാതെ ഈ അരുണിന്റെ ഭാര്യയും മകനും വീട്ടിലുണ്ടായിരുന്നില്ല. ആ സമയത്താണ് മാതാവും അരുണും ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ ഇപ്പോൾ പഞ്ചായത്തിന്റെ ലെറ്റർ പാഡിലാണ് ഇപ്പോൾ ആത്മഹത്യാ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അതിൽ 2-3 കേസുകൾ തനിക്കുണ്ട്. ആ കേസുകൾ കാരണം മറ്റു ജോലികൾക്കോ അല്ലെങ്കിൽ പാസ്പോർട്ടിനോ ഒന്നും അപേക്ഷിക്കാൻ കഴിയുന്നില്ല. ഈ കേസ് കള്ളക്കേസാണ്, അത് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി എന്നുള്ളതാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. കൂടാതെ കുറച്ച് ആളുകളുടെ പേരുകൾ, ഈ കേസ് കൊടുത്ത കുറച്ച് ആളുകളുടെ പേരുകൾ കൂടി പറയുന്നുണ്ട്. ഇവരാണ് തന്റെ മരണത്തിന് കാരണമെന്ന് കൂടി ഈ പഞ്ചായത്തിന്റെ ലെറ്റർ പാഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെയോടെയാണ് അമ്മയെയും പഞ്ചായത്ത് അംഗമായിട്ടുള്ള വാർഡ് മെമ്പറായിട്ടുള്ള അരുണിനെയും ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പക്കത്താണ് പഞ്ചായത്ത് അംഗത്തെയും അമ്മയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചില കേസുകളുണ്ട്, അത് കള്ളക്കേസുകളാണ്. അതുകൊണ്ട് ഉള്ള മാനസിക വിഷമത്തെക്കുറിച്ചൊക്കെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് എന്നതാണ് മേഘന മുരളി നൽകിയ വിവരം.